ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെക്കുറിച്ചുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഒരു പഞ്ചവത്സര പദ്ധതി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണത് നീതി ആയോഗ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതി ഏതാണ്? മൻ കി ബാത്ത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മത്സരിച്ചു ജയിച്ച മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. അതുപോലെ പറയുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിൽ നടത്തിയ കുറച്ച് ഉദ്ഘാടനങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. 2017 ജൂൺ 17 കൊച്ചി മെട്രോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ 2019 ജനുവരി 15 കൊല്ലം ബൈപ്പാസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ 2023 ഏപ്രിൽ 25 കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ 2023 ഏപ്രിൽ 25 വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം നടത്തിയതാരാണ്? നമ്മുടെ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. അതുപോലെ 2026 ജനുവരി 23 3 അമൃത ഭാരത് എക്സ്പ്രസും തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ കർഷകർക്കുള്ള ഏറ്റവും വലിയ സൗജന്യ ധനസഹായ പദ്ധതിയായ കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് രൂപം നൽകിയതാരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം